അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളിപ്പം ലക്ഷദ്വീപിലാണുള്ളത്. ഏകദേശം ഒരു 3-4 ദിവസത്തെ യാത്രക്ക് ശേഷം അവസാനമായിട്ട് ഇന്ന് ഞങ്ങൾ ലക്ഷദ്വീപിനോട് വിട പറയുന്ന ഒരു ദിവസം രാവിലെ ബീച്ചിലേക്ക് ഇറങ്ങിയ റൂമിന്റെ അടുത്ത് തന്നെയാണ് ബീച്ചുള്ളത്. അപ്പൊ നമ്മളെ കൂടെ നമ്മളെ സീനിയർ സിറ്റിസൺ ആയിട്ട് അസീസ് കണ്ട് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു വൈബന്നെ അസീസ് ആയിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ 5 പേര് ഏകദേശം സമപ്രായക്കാരായിട്ടുള്ള ആളാണ്. അതിലൊക്കെ നമ്മള് എന്താ പറയാ ഒരു ഗാർഡിയൻ ആയിട്ടാണ് അസീസ് കണ്ടായിട്ടുള്ളത്. അപ്പൊ അസീസ് ആയിട്ട് ഒരു കുറച്ചു നേരം സംവദിക്കാന്നുള്ള താല്പര്യത്തിന്റെ പുറത്താണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അസീസ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്രകളൊക്കെ? യാത്ര ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിച്ച സംഭവങ്ങളാണ് ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഏകദേശം ഈ പ്രായത്തിനിടയ്ക്ക് ലക്ഷദ്വീപ് കാണുമെന്നോ ഒന്നിച്ചുള്ള ഈ സൗഹൃദം ഉണ്ടാകുമെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഞാനും അസീസ്ക്കും തമ്മിലുള്ള ഒരു ബന്ധം എന്താ വെച്ചാൽ ഞങ്ങൾ ആസ്റ്ററിൽ തുടങ്ങി. ആസ്റ്റർ മെഡിസിറ്റിയിലെ ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ബന്ധമാണ്. ഏകദേശം ഒരു 10-15 വർഷം മുമ്പ്. ആ സമയത്തൊക്കെ നമ്മൾ അസീസ്ഖാനെ കാണുന്ന വലിയൊരു സീനിയർ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആണ്. നമ്മളെ ആ ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു അഡാപ്റ്റബിലിറ്റി, നമുക്ക് ഇത് സെറ്റ് ആവോ ഇല്ല എന്നുള്ള ആശങ്കയോട് കൂടിയിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഒരു കല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് കൂടെ അസീസ്ഖാൻ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരു സർക്കിളിൽ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യാൻ വന്നെന്നുള്ളതാണ്. ലക്ഷദ്വീപിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ് ഇതൊക്കെ. ഒരു കാലത്ത് നടക്കുമെന്ന് അസീസ്ഖാൻ പറഞ്ഞാൽ നടക്കുമെന്ന് വരെ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന സംഭവമാണ്. പക്ഷെ അത് അല്ലെ ഈ ഒരു ബോണ്ടിലൂടെ നമുക്ക് അത് ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കുറെ ഫ്രണ്ട്സുകളെ ഒന്നിപ്പിക്കുക, ഒരിക്കലും മറക്കാനാകാത്ത കുറെ ഓർമ്മകൾ സമ്മാനിക്കുക, ഒന്നിച്ച് യാത്രകൾ പോവുക, ബോട്ടിങ്ങിൽ പോവുക, സ്കൂബ ഡൈവിംഗ് ചെയ്യുക, അവിടെ വെച്ചുള്ള സംസാരങ്ങൾ സംഭവങ്ങളൊക്കെ ഒരിക്കലും അപൂർവ നിമിഷങ്ങളായി മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങളായി മാറി. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു സബീർ നമ്മുടെ ഒപ്പം കൂടി ചേർന്നിരുന്നു. അവന്റെ വളരെ 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 അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് അവന്റെ കാര്യങ്ങളൊക്കെ കണ്ടുവച്ചോളൂ. യാത്രന്റെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്ന ആളുകളല്ല, നമ്മൾ പരിചയപ്പെടുന്ന ആളുകളല്ല യാത്രയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അവരുടെ ഏറ്റവും തെറ്റ് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഒരു 3 ദിവസം യാത്ര ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ അളക്കാൻ പറ്റുമെന്ന് പറയുന്നത് അല്ലെ? സത്യം. അല്ല, അങ്ങനെ ഒരു അനുഭവം ഈ ലക്ഷദ്വീപ് യാത്രയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു സർക്കിളിനെ കുറിച്ചിട്ട് അതൊക്കെ എന്താ പറയാനുള്ളത്? അത് ഫ്രണ്ട് സർക്കിളിനെ കുറിച്ചിട്ട് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ലോകത്ത് വന്നെത്തപ്പെട്ട പോലെയാണ്. നമുക്ക് നാടുമായിട്ടൊരു ബന്ധമുണ്ട്. നമുക്ക് നാടിനെ കുറിച്ചൊരു ചിന്തയോ ഫാമിലിയെ കുറിച്ചൊന്നും ചിന്തയില്ലാത്ത ഒരു രൂപത്തിൽ വേറൊരു ലെവലിൽ നമ്മുടെ വേറൊരു ലൈഫിലേക്ക് നമ്മൾ മാറിയ ഒരു അവസരം പോലെ കുടുംബകലഹം ഉണ്ടാവരുത് അവിടെ ചെന്നിട്ട്. ഓക്കെ. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ യാത്രകളിൽ ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് കിട്ടാറുള്ളത് എന്നുള്ളത്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ആളുകളെ നമ്മൾ കണ്ടെന്നുള്ളതാണ്. വ്യത്യസ്തങ്ങളായ സ്വഭാവം, അവരുടെ പെരുമാറ്റങ്ങൾ, ആതിഥേയത്വം ഒക്കെ വളരെ വേറെ ഒരു ലെവലിലേക്കായി മാറി. നമ്മുടെ കൂടത്തിൽ സഞ്ചരിച്ച ബോട്ടിലുണ്ടായിരുന്ന ഒരു അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞൊരു ഇക്ക ഉണ്ടായിരുന്നു. ആ ഇക്കാട് വളരെ എന്താ പറയാ നമ്മളോട് ഇടപഴകുന്ന വേറൊരു ലെവലിൽ ഏത് ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ പറ്റുമോ, ഫാദർ ആണെന്ന് പറയാൻ പറ്റുമോ, അതേ ബ്രദർ ആണെന്ന് പറയാൻ പറ്റുമോ, അല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവിടെ. നമുക്ക് തോന്നുന്ന ഒരു ലക്ഷദ്വീപിന്റെ ഒരു സ്വഭാവം ആയിരിക്കില്ല അങ്ങനെ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള അത്രയും വലിയ ഒരു ഫ്രണ്ട് സർക്കിൾ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള. നമുക്ക് ഈ ബോട്ടിംഗ് ആണ് 1-2 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഇത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇവരെ പിരിയാൻ പറ്റാത്ത രീതിയിൽ ഇവരെ അറ്റാച്ച്ഡ് ആവുന്ന ഒരു സംഗതി അല്ലെ? മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറെ ആൾക്കാർ നമ്മളോട് അടുത്ത് വരിക, അതാണ് ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോഴത്തേനും പല ഫാമിലികൾ പോലും ഞങ്ങൾ അസീസ്ഖാടെ കൂടെ പറഞ്ഞോട്ട് വരുന്ന ഒരു അവസ്ഥ. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അവർ പറയും, ഇനി നിങ്ങൾ വരുമ്പോൾ മറ്റാരുടെ കൂടി വരരുത്, ഞങ്ങളോടൊപ്പം വിളിച്ച് വരണേ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ പെരുമാറ്റം മാറിയോ എന്നൊരു സംശയം ഉണ്ടായി പോകും. തീർച്ചയായും. പിന്നെ വേറൊരു പോയിന്റ് ഇപ്പൊ നിങ്ങൾ താമസത്തിന്റെ കാര്യം പറഞ്ഞ പുറത്താണ്. അതായത് സത്യത്തിൽ നമ്മൾ പാക്കേജ് ആയിട്ട് വന്നവരാണ്. ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് താമസിക്കുന്നവരാണ്, പാക്കേജിന് പൈസ കൊടുത്ത് ചെയ്യുന്നത്. അപ്പൊ അവരുടെ സർവീസും സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ട് അവർ ചെയ്തിരുന്ന സർവീസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ട് ഒരിക്കലും തോന്നിയില്ല. വീട്ടിലേക്ക് വന്ന അതിഥികളെ പോലെ ഇത്തേക്കൊക്കെ ചെയ്യുന്നത്. ഞാൻ കയറി വന്നപ്പോൾ നമ്മുടെ സബീർ, നമ്മുടെ കോർഡിനേറ്റർ സബീർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കയറി വരുമ്പോഴത്തേക്കും 2 കയ്യിൽ 2 ജ്യൂസ് ആയിട്ട് ഇത്താ വരൂ എന്നും പറഞ്ഞിട്ട് വന്ന് വിളിക്കുന്ന ഒരു ആതിഥേയത്വം, അത് ഭയങ്കരം തന്നെയാണ്. ഞാൻ അതിൽ കണ്ടത് എന്ത് ചെയ്യാനോ ഒരു അറബി ലുക്കിലാണ് നമ്മളത് കണ്ടത്. അറബികളുടെ ഒരു സ്നേഹം പോലെ തന്നെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ ലക്ഷദ്വീപിനോട് വിട പറയുന്ന സമയത്ത് മിസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും ഈ നാട്ടുകാരുടെ സ്നേഹം, ഇവരുടെ പെരുമാറ്റം, ഇവരുടെ കരുതൽ. നമ്മൾ പറയാണ് ഭക്ഷണം 8 മണിക്കാണ് ഭക്ഷണം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വിളിച്ച് പറയാൻ ഞങ്ങൾ ഒരു 1-2 മണിക്കൂർ ലേറ്റ് ആവുന്ന പറയുമ്പോൾ കുഴപ്പമില്ല, സന്തോഷത്തോട് കൂടി ചിരിച്ചിട്ട് പറയാം നമ്മളോട് കുഴപ്പമില്ല, ഞങ്ങൾ കറങ്ങി വന്നോളിയുന്നുള്ളത് അല്ലെ? അങ്ങനത്തെ ഒരു അനുഭവം സാധാരണ ഗതിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞങ്ങളോട് കൊണ്ടുവെക്കാം, നിങ്ങൾ സമയം പോലെ കഴിച്ചോളി എന്നാ പറയുന്നത്. ഞങ്ങൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത്. അത് മാത്രമല്ല അത് ചൂടാറാതെ കഴിക്കാൻ, അത് കേടാകാതെ കഴിക്കാൻ വേണ്ടിട്ട് അവർ കാണിക്കുന്നത് വെയിറ്റ്. അവർക്ക് കിടന്നുറങ്ങായിരുന്നു. പുലർച്ചെ 4 മണിക്കോ 4:30 അങ്ങനെ അവർ എണീറ്റ് അവരുടെ ജോലിയിൽ വ്യാപൃതരാകുന്ന ആളുകളാണ്. കാരണം ഇവിടുത്തെ ഈ ഒരു കെയറിങ്, ഈ ഗസ്റ്റിനെ എല്ലാം ട്രീറ്റ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ അവർക്ക് സ്വന്തമായിട്ട് തൊഴിലും. അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന ഒരാള് ഒരു എയർലൈനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതാണ് എത്രത്തോളം നമ്മളെ കെയർ, ഞാൻ ഈ സമയത്ത് പോകട്ടെ, എത്ര സമയത്ത് തിരിച്ചു വരൂട്ടെ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എയർപോർട്ടിൽ ഇതാണെന്നൊക്കെ പറഞ്ഞു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ തീർച്ചയായും. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തി വേറെ പോയിന്റ് കൂടെ ഉണ്ട്. നമ്മളൊക്കെ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സത്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ്. നമുക്കൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഒരു ക്ലാഷ് ആവേണ്ട സന്ദർഭമൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെറിയൊരു ആളുകളായിട്ട് കസ്റ്റമേഴ്സിന് ഒരു അതൃപ്തി വരുന്ന സമയത്ത് അവർ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്, നമ്മളതിന് പിന്നെ പ്രതിവിധികൾ തേടുന്നത്. അപ്പോൾ നമ്മളതിൽ നിന്നൊക്കെ ആറ്റിറ്റ്യൂഡിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും വളരെ പുഞ്ചിരിയോട് കൂടി കേട്ട് അത് പരിഹരിക്കാനുള്ള സംവിധാനം നോക്കുന്നല്ലേ ഒരു ടൂർ ഓപ്പറേറ്റേഴ്സ്. നമ്മളെ കൂടെ വന്ന ആളുകൾ മാത്രമല്ല, ആ ടീമും അതിന് പറയാൻ പരിചയപ്പെട്ട ആളുകളൊക്കെ
എല്ലാ വിഷയങ്ങളും അവർ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ള വലിയൊരു സംഭവമാണ്. ഒന്നും കേൾക്കാണ്ട് പോകുന്നില്ല, നെഗ്ലക്ട് ചെയ്യുന്നില്ല. പിന്നെ എല്ലാത്തിനും ഉപരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റർ ആണ്. അതെ, തള്ളിയാലും കൊട്ടിയാലും എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യൂല, അനങ്ങാത്തൊരു കോർഡിനേറ്റർ ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കോർഡിനേറ്റർ ക്യാമറയ്ക്ക് പിന്നിലുണ്ട്. ആളിതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം ബാക്കിയുള്ള ആൾ മാത്രമല്ല നമ്മുടെ കൂടുതൽ വേറെ ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നല്ല ഉറക്കത്തിലാണ്. നല്ല ഒരു 11 മണിയാകുമ്പോൾ എഴുന്നേക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം 11 മണിയല്ല, ഒരു എണീക്കൽ കഴിഞ്ഞ് നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമതുള്ള ഒരു ഉറക്കിന് പോയവരാണ്. കാരണം വല്ലാത്തൊരു സുഖമാണ് വെറുതെ കിടന്നുറങ്ങാന്ന് പറഞ്ഞൊരു വല്ലാത്ത സുഖം തന്നെയാണ്. പിന്നെ അസീസ് ഖാൻ, ഓക്കെ, ലെറ്റ്സ് കം ടു ദി നെക്സ്റ്റ് പോയിന്റ്. ഹൗ വാസ് ദ സ്കൂബ ഡൈവിംഗ്? സ്കൂബ ഡൈവിംഗ് വെരി ബ്യൂട്ടിഫുൾ, വളരെ അനുഭവമാണ്. പറയ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അനുഭവം പോയി ആദ്യം വെള്ളത്തിൽ പിടിച്ചിടുക, മുക്കി നോക്കുക. ആദ്യം മുങ്ങുന്നുണ്ടോ നോക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവര് ഇത് ഗ്ലാസും മറ്റേ ഓക്സിജനും ഒക്കെ പുറത്ത് ഫിറ്റ് ചെയ്ത് ആദ്യം ഒന്ന് പിടിച്ച് മുക്കി നോക്കും മുങ്ങുന്നുണ്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിടിച്ച് കമത്തേക്കെടുത്താൽ താഴേക്ക് കുഴിയിലേക്ക് കൊണ്ടുപോകുക. അവിടെ ചെല്ലുമ്പോൾ പിടിച്ച് മുക്കുക, മൂക്കി പിടിച്ച് മുക്കി നോക്കുക ശരിയാകുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ വേഗം മുകളിലേക്ക് കൊണ്ടുവന്നോളാൻ പറയാ. സ്കൂബ ഡൈവിനെ കുറിച്ചുള്ള വളരെ ബ്രീഫ് ആയിട്ടുള്ള സംഗതി ആൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന സംഗതികളൊന്നും അല്ലത്. ആദ്യം ഒന്ന് മലർത്തി കൊടുത്തും പറഞ്ഞ പോലെ അല്ലേ, എന്നിട്ടൊന്ന് മുക്കി നോക്കും ആള് ഓക്കെ ആണോ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ പൂച്ചനൊന്ന് മുക്കി വെള്ളത്തിനെടുത്ത് നോക്കിയാൽ സംഗതി ഓക്കെ ആണോ ചോദിക്കണ പോലെ. ഇതാണ് അവസ്ഥ. അത് മാത്രമല്ല നമ്മുടെ കൂടത്തെ ഡ്രൈവ് ചെയ്യാൻ തന്നെ ആള് ചോദിക്കും, നിങ്ങളുടെ അത്രയും ബലം എനിക്കില്ല കേട്ടോ, നിങ്ങൾ ബലം പിടിക്കണ്ട, ഫ്രീ ആയിട്ടിരുന്നാൽ മതി. ഇതിൽ വേറെ സംഭവം എന്താ പറയുക, നമ്മൾ ആദ്യം സ്കൂബൊക്കെ ഇറങ്ങുന്നതിന് മുമ്പൊക്കെ ചിന്തിക്കും അതിന്റെ താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവര് നമ്മളെ സ്വന്തമായിട്ട് ഇവിടെ നമ്മളെ കൂടെ ഇവിടെ വരെ നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ. ഇത് യഥാർത്ഥത്തിൽ താഴെ പോയി നോക്കിയപ്പോഴേ ഓരോ മൊമെന്റിലും ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കാം, ഇയാൾ കൂടല്ലേ എന്നുള്ളത്. എങ്ങാനും താഴെ ടച്ച് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കഥ. അത് മാത്രമല്ല മറ്റത് സ്നോർക്കില്ലിംഗ് ഉണ്ടായിരുന്നു, അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അനുഭവമായിട്ട് കിടന്നത്. ഇതിനേക്കാളും ഏറ്റവും നല്ലൊരു അനുഭവമാണ് അത്. നമുക്ക് തൊട്ടടുത്ത് പോയി നമ്മുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ മീനുകൾ ചെവിയിലൂടെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്നതായിട്ടും തൊടാൻ പോകുമ്പോൾ അവർ പറയും പിടിക്കരുത്, അതുമ്പോൾ തുടരുത്, ഇഷ്ടമൊക്കെ സാധനമാണ് പക്ഷെ തൊട്ട് പോകരുതെന്ന് പറയും. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ യാത്രയിലുടനീളം ഒരു മടുപ്പിക്ക്. അപ്പൊ നമ്മൾ രാവിലെ ഒരു 9 മണി 10 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുന്ന ഒരു 2 മണി 3 മണി സമയത്താണ്. സത്യം. അതിന്റെ അടുക്ക് നമുക്കൊരു മടുപ്പിക്കുന്ന ഒരു, ഈവൻ ഇവിടെ വെയിലാണ്, ചൂടുണ്ട്, സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ യാത്രയിൽ നമ്മളെ മടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഇവരത്രയും നമ്മളെ കംഫർട്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നാട് ഭയങ്കര ഭംഗിയുള്ള ഒരു നാട്, വളരെ വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള തെങ്ങിന്റെ ഒരു നാട്. തെങ്ങും തോപ്പിനോട് ഇടയിലൂടെ ഇങ്ങനെ നടക്കും, ഒരു തോട്ടത്തിൽ കൂടി നടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്ന് പറയാം, ഈ ബീച്ച് സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ റിസോർട്ടുകൾ ചെയ്യുന്നത്, നമുക്ക് അങ്ങോട്ട് റിസോർട്ടിലെ കസ്റ്റമേഴ്സിന് മാത്രമേ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ ഓപ്പൺ ആണ്, ആരൊന്നും ചോദിക്കുന്നില്ല, സ്നേഹമാണ് ഇവർ. മാത്രമല്ല വേറെ നമ്മൾ വളരെ അനുഭവമായിട്ട്, നമ്മൾ സാധാരണ വിദേശത്ത് നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പ്രൈവസിയുടെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് ഇവരെന്താ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ രാത്രിയും പകലും ഒന്നും സൈക്കിളിൽ തൊട്ട് നടന്നിട്ടൊന്നും അവരെന്ത് ചെയ്തില്ല. നമ്മളോട് ചോദിക്കോ നിങ്ങൾ എവിടെ പോകണം, എവിടെ നിന്ന് വന്നവരാണ് എന്നൊന്നും ചോദിക്കുന്നില്ല. മാത്രമല്ല നമ്മൾ ചോദിക്കുന്നതിന് ഒരു മറുപടിയും തരുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടി. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക, അല്ല ഈ അർദ്ധരാത്രി നിങ്ങൾക്ക് എന്താ പരിപാടി, പോയി കിടന്നൂടെ കുട്ടികളെന്നാണ് ആളുകൾ ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല, ഒരു പ്രശ്നമില്ല. വേറൊരു പോയിന്റ്, നമ്മൾ ഇന്നലെ രാത്രി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ റോഡ് സൈഡിൽ ഒരു ചെയറിൽ ഒരു വെളിച്ചെണ്ണ കുപ്പി വെച്ചിട്ടുണ്ട്, അതിൽ 250 പ്രൈസ് എഴുതിയിട്ടുണ്ട്. രാത്രിയിൽ ആളൊന്നുമില്ല. വല്ലാത്തൊരു ആവശ്യക്കാരന് 250 റുപ്യ കൊടുത്തിട്ട് അത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോന്നുള്ള രീതി വെച്ചിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ കടകള് വീടുകളൊക്കെ പച്ച മലർക്കെ തുറന്നിട്ട് കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. വല്ലാത്തൊരു നാട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നാടാണ് ഈ നാട്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതത്തിന്റെ പാരമ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചൊരു നാടാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ, ഈ 3-4 ദിവസങ്ങൾക്കുള്ളിലായിട്ടുള്ളത്. പിന്നെ രസകരമായിട്ട് പറയാനുള്ള സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഏജ് ഡിഫറൻസിൽ ഗ്യാപ്പിൽ വരുന്ന ചില കുറേ തമാശകളാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, അസീസ് ഖാൻ എങ്ങനെ കംഫർട്ടബിൾ ആയിരിക്കും നമ്മളെ കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുന്നത്. സത്യത്തിൽ ഈ യാത്രന്റെ പ്രധാന ഹൈലൈറ്റ് ഈ മുതലാണ്. ഇതിന്റെ അത്യാവശ്യം വരുമ്പോൾ ഒരു 3-4 കിലോ കുറഞ്ഞിട്ടുണ്ട്. അത്രക്കും ഞങ്ങൾ ഈ പടത്തിനെ തിന്നിട്ടുണ്ട്. എന്താ ഇതിന്റെ രസങ്ങൾ. ആള് ഫോട്ടോ എടുക്കലൊക്കെ ഭയങ്കര വിറ്റാ. ഇതിനൊരു ഗുണമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മുപ്പർക്കൊരു പ്രശ്നമല്ല. ഇന്നലെ ഞങ്ങൾ മൊത്തം ഇങ്ങനെ കണക്ക് കൂട്ടി കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ 3100 റുപ്യ എല്ലാവരും കൂടെ ചെലവാക്കി എന്ന് പറഞ്ഞു. അതിന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്റെ വാട്സാപ്പിൽ മെസ്സേജ് ക്ലെയിം 3060 റുപ്യ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരുന്നു. ഞാൻ എന്താണ്, അല്ല പൈസ ഇട്ടതാണ്. ഞാൻ പറഞ്ഞു പൈസ മൊത്തത്തിലുള്ളതാണിത്, മാഫി മുഷ്കിൽ, മാഫി മുഷ്കിൽ. പിന്നെ സ്വകാര്യമായിട്ട് വന്ന് പറയും, ശരിയല്ലേ എല്ലാവരും എടുത്തിട്ടുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ കിട്ടുന്നില്ല. ഏതാ വിളവ്, അറബികൾക്കിടയിൽ കളിച്ചിട്ടുള്ള ആളാണ്, പിന്നെ വെളില്ലാതിരിക്കില്ലല്ലോ. അതൊക്കെയാണ് അസീസ് ഖാൻ എന്ന് പറയുന്നത്. മിസ്റ്റർ പെർഫെക്ഷൻ ആണ് ആള്. നമ്മുടെ കൂട്ടത്തിലുള്ളവരും കൂടെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോർഡിനേറ്റർ സബീർ, കൂട്ടത്തിലുണ്ടായിരുന്ന ജാഫർ ബാക്കവി, അതുപോലെ സൈനുൽ ആബിദ്, ഷഫീഖ് വയനാട്, ഇവരെയൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവർ നമ്മളോടൊപ്പം ചേരുന്നില്ല എന്ന് മാത്രമല്ല, അവരിതിനേക്കാളും കൂടുതൽ അവരെ അട്രാക്ട് ചെയ്യുന്നത് വേറെ വൈബിലായി പോയി. അങ്ങനത്തെ ഒരു സുഖനിദ്രയിൽ അങ്ങനെ കഴിഞ്ഞു കൊടുക്കുന്ന വൈബില് ഒരു സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ആരും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അത് തന്നെ. എനിവേ വ്യത്യസ്തങ്ങളായ ആളുകളാണ്, വ്യത്യസ്തങ്ങളായ ക്യാരക്ടേഴ്സ് ആണ്, വ്യത്യസ്തങ്ങളായ സ്വഭാവമാണ്, വ്യത്യസ്തങ്ങളായ ആറ്റിറ്റ്യൂഡുകളാണ്.
ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു പാടുണ്ട് അല്ലെ, പല ആളുകളെയും നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണും. അപ്പൊ അതൊക്കെ ഒരു ടീമിന്റെ സ്പിരിറ്റോട് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ സന്തോഷം എപ്പോഴും കണ്ടെത്തിയിട്ട് അതിലുള്ള നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന സംഗതികൾ മറന്നിട്ട് സന്തോഷത്തോട് കൂടി മുന്നോട്ട് പോകാന്ന് പറയുന്ന ഒരു ഫീൽ. നമ്മുടെ കൂടുതൽ യാത്രയിൽ നമുക്ക് കുറെ പഠിക്കാണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്വഭാവക്കാരാണെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ എല്ലാവരും കൂടെ ആ പോയിന്റിലേക്ക് ഒന്നിച്ചേരുന്നതാണ്. ആർക്കും അങ്ങോട്ട് ഒരു വാക്കുതർക്കത്തിന്റെ അവസരമോ അല്ലെങ്കിൽ ഒരു പിണക്കത്തിന്റെ അവസരമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലുത്. പക്ഷെ നമ്മള് സ്വാഭാവികമായിട്ടും 1-2 ആളുകൾ കുഴപ്പമില്ല, 5-6 ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ സാധ്യത ഉണ്ട്. സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഒരു സ്ഥലത്ത് താമസിക്കുക, തൊട്ടടുത്ത് തന്നെ റൂമിൽ ഉണ്ടാവുക, ഒരാളവിടെ ഒച്ച ഉണ്ടാക്കുന്നു, ഒരാൾ ഉറങ്ങാൻ വിടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ പുള്ളി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ എപ്പോഴും ഏത് സമയത്തും ഗൂഗിളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അഹംഭാവമൊന്നുമില്ല. അപ്പൊ ഒരു വിഷയമുള്ളൂ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ രാത്രി എത്ര മണി, ഒരു 8 മണിക്ക് ശേഷം പിന്നെ മൂപ്പരെ കിട്ടൂല. കമ്പ്യൂട്ടർ അങ്ങനെയാണ് പ്രശ്നം. മൂപ്പര് ഒരു പ്രത്യേക കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളെ കൂടെ തന്നെ പെട്ടേനെ. അവർക്ക് എന്തായി ടെർമിനേറ്റ് ചെയ്ത് ഇതൊന്നും ജോലിക്കുള്ളവരോട് പണിയെടുക്കില്ല അവരൊക്കെ പറഞ്ഞിട്ട് എല്ലാ പണിയും സ്വന്തം എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമിൽ നിന്ന് വരുന്ന സമയത്ത് പറശ്ശവിയിൽ എന്റെ ഒരു പിന്നെ ഗൂഗിൾ തരുമെന്ന് വെച്ചാൽ അപ്പൊ ഞാനത് കൊടുത്തു, അതാ തലയിലുണ്ട്. പക്ഷെ ക്യാമറയുടെ മുന്നിലേക്ക് ആള് വരില്ല. എന്തിനടുത്ത് എനിക്ക് ഇപ്പോഴും അറിയില്ല സംഭവം എന്താന്നുള്ളത്. അത് വേറെ ഒന്നും എല്ലാരും വെച്ചു ഞാനും വെച്ചു, അത്രേ ഉള്ളൂ. മുമ്പിലെ മാപ്പിള പറയും പോലെ അങ്ങനെ തന്നെ. അപ്പൊ അതൊക്കെയാണ് ഓവറോൾ ആയിട്ട് ഞങ്ങൾക്ക് ഈ ലക്ഷദ്വീപിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് വലിയ സങ്കടമുള്ള ഒരു ദിവസം കൂടിയാണ്. രാവിലെ എണീറ്റ് മുതൽ തന്നെ അങ്ങനെ അറിയിക്കുമ്പോൾ ഈ നാടിനോട് ഇവിടെ പറയാണല്ലോ എന്ന് അറിയിക്കുമ്പോൾ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഇപ്പൊ വണ്ടി എടുത്ത് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം, നമുക്ക് എപ്പോഴും പോകാന്നുള്ളൊരു സമാധാനം അവിടെ ഉണ്ട്. അവർക്ക് ആ ഒരു ബാരിയർ ഉണ്ട്. കാരണം എപ്പോഴും ഇതിലേക്കുള്ള ഒരു ആക്സസ് പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. പിന്നെ ഈ ഫെയറിന്റെ വിഷയത്തിലാണെങ്കിലും മാത്രമല്ല നമ്മളിവിടെ വന്ന സമയത്ത് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദ്വീപുകളിലേക്ക് എൻട്രി ഇല്ലായിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നല്ല ഓപ്പൺ ആയി, എല്ലാ എൻട്രിയും നമുക്ക് വേണ്ടിയിട്ടാണ്, എല്ലാ ദ്വീപുകളും നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഈ ഒരു ദ്വീപ് ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ. കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഞങ്ങൾ വന്ന ദിവസം മാറി എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഓരോ കലാകൾ അല്ലെ, നമ്മളെ കാണാൻ ആഗ്രഹിച്ചത് കാണിപ്പിക്കുക എന്നുള്ള അവരുടെ സന്തോഷമായി മാറിയെന്ന് തോന്നുന്നു. അതെ. ഇനിയിപ്പോ അടുത്തൊരു ഡിറ്റർമിനേഷൻ ഞങ്ങൾ എടുത്തിട്ടുള്ളത്, സാധാരണഗതിയിലൊക്കെ ഞാൻ ടൂർ പോകുമ്പോൾ ഫാമിലിനോട് പറയാറുണ്ട്, ഞാൻ ആദ്യം ഒന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ കാരണം ഓരോ സേഫ്റ്റി നമുക്ക് വളരെ പ്രധാനമല്ല. കൺസേൺ ആണ്. അങ്ങനെ ഇങ്ങനെയൊന്നും ഒരാളെ കൊണ്ടുവിടാൻ പറ്റില്ല. അപ്പം പോയിടത്തോളം കുറെ ഹൈദരാബാദും മുംബൈ ഡൽഹി ഒക്കെ പോയിടത്തോളം നമ്മള് റഷാണ്. പിന്നെ അതുമല്ല നമുക്ക് സെറ്റ് ആവില്ല. മാത്രമല്ല അവർ സേഫ് ആണെന്ന് നമുക്കൊരു പേടിയുണ്ട്. ഇവിടെ അങ്ങനെ അവർ ഇട്ടിട്ട് നമുക്ക് പോവാം, അവർ സേഫ് ആണ്. ഇവിടെ ഏറ്റവും വലിയ പോയിന്റ്. ആദ്യമായിട്ട് ഞാൻ ഫാമിലിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇനിയും എന്റെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് മസ്റ്റ് വിസിറ്റ് ആണ്. ഇവിടെ വരണം, കാണണം, താമസിക്കണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കടലിനോടൊന്ന് സംവദിക്കണം. ഈ ലക്ഷദ്വീപിന്റെ വേറൊരു അനുഭവമാണത്, വളരെ വലിയ അനുഭവം. നമ്മൾ വേറെ പല നാടുകളിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ നമ്മളെ മൈൻഡ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെറുപ്പിക്കാത്ത, നമ്മൾ വന്നത് സന്തോഷിക്കാനാണ്, അവർ സന്തോഷത്തോടെ കണ്ട് ആസ്വദിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു നാട്ടുകാർ വേറെ എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത്രയും ശുദ്ധരായ ആൾക്കാർ. തീർച്ചയായിട്ടും. മാത്രമല്ല അവിടെ കാണാൻ കഴിയുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഒരു പോലീസ് സ്റ്റേഷനായിട്ട് കാണാനോ, ഒരു അലമ്പുണ്ടാക്കുന്ന, റോട്ടിൽ തല്ലുപിടിക്കുന്നതായിട്ട് കാണാനോ ഒന്നും. ഇന്നലെ നമ്മളെ സ്കൂബൊക്കെ പോയ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾ പോലീസുകാരനല്ലേ, കഥകൾ പറഞ്ഞു. പക്ഷെ എന്തൊരു പൊളൈറ്റ് ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. നമുക്കത് അവസാനം മനസ്സിലായത് ആൾ ഇട്ടിരിക്കുന്ന ജേഴ്സി, ആ കോസ്റ്റ്യൂംസ് എന്നാണ് മനസ്സിലായത് ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥനാന്നുള്ളത്. സത്യം. അതിന് മുമ്പ് നമുക്ക് അറിയില്ല. അത്രയും നമ്മളെ തമാശകളിലൊക്കെ മിങ്കിളായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്. ഈ ആളുകൾ അങ്ങനെയാണ്. ഇന്നലെ രാത്രിയിൽ നൈറ്റ് റൈഡിൽ ഒരൊറ്റ ജീപ്പ് നമ്മളിവിടെ കണ്ട്, പോലീസ് ജീപ്പായിട്ടുള്ളത്. മനുഷ്യന്മാർ ആ ഒരു യൂണിഫോമിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അവിടെ. കാരണം പറയണതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അത്രക്കും സ്നേഹനിധികളായിട്ടുള്ള മനുഷ്യന്മാരാണ്. ഈ മനുഷ്യന്മാരെ പഠിച്ചവനൊന്നും കാക്കട്ടെ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്ന വേറെ ഒരു പ്രശ്നങ്ങൾ ഇവരുടെ ഉള്ളിലേക്ക് വരുന്നില്ല. ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രമാണ്. അതാണ് ഏറ്റവും ഒരു പ്രശ്നങ്ങളില്ലാത്ത നാടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞ വേറെ പോയിന്റ് തന്നെയാണ് വരുന്നത്. ഇവർക്ക് വേറൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുക, കടലിനോട് മല്ലിടുക, അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം തിരിച്ചുകൊണ്ടുക, അത് വിൽക്കുക, അത് എന്ത് ചെയ്യുക, ഭക്ഷണമാക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, വരുന്നവർക്ക് സന്തോഷിപ്പിക്കുക. അതുപോലെ ഇവിടുത്തെ തേങ്ങയാണെങ്കിലും കേരളത്തിന്റെ തനിമയാർന്ന സാധന കൾച്ചർ, ഇത് വിറ്റ് കാശാക്കുക, അതെന്ത് ചെയ്യുക. അങ്ങനെ ആക്രാന്തോ അല്ലെങ്കിൽ ഒരു അത്യാഗ്രഹമോ ഒന്നും ഇവരിൽ കാണുന്നില്ല. ഡെയിലി ഉള്ള ജീവിതം നടന്നു പോവുക, അത് തന്നെ അവരുടെ സന്തോഷം. അസീസ, പിന്നെ നമ്മളെ ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്? സ്കൂബ തന്നെയാണോ? സ്കൂബ പകുതി പോയി, പക്ഷെ ശാരീരിക ബുദ്ധിമുട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പിന്നെ സ്നോർക്കലിംഗ് ആണല്ലോ. സ്നോർക്കലിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. സ്നോർക്കലിംഗ് സ്കൂബും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പല രീതിയിലുള്ള ആളുകൾ പല ഇന്റർപ്രിട്ടേഷൻ വിഷയത്തിൽ വരാറുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഈ സ്കൂബ ഡൈവിംഗിലേക്കാളും ഏറ്റവും ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയത് സ്നോർക്കലിംഗ്. ആ രണ്ട് പെർസ്പെക്റ്റീവിലാണ് ആളുകൾ ഇതിനെ കാണുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂബ വൃത്തിയാണ്. നമ്മൾ ആദ്യം സ്കൂബ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്നോർക്കലിംഗിന് ഒരു ചാൻസ് ഇല്ല. കാരണം നമ്മൾ സ്കൂബയിൽ താഴെ പോയിട്ട് ഇതിന്റെ അടുത്തുകൂടെ ഇങ്ങനെ മത്സ്യങ്ങളുടെ അടുത്തും ഈ പുറ്റുകളുടെ അടുത്തൂടെ ഒക്കെ മൂവ് ചെയ്തുകൊണ്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്നോർക്കലിംഗ് നമ്മൾ സർഫേസിൽ ഇരുന്നിട്ട് തല മാത്രം താഴോട്ട് നോക്കിയിട്ട് കാണുന്ന സംഭവമാണ്. അപ്പോൾ ഒന്നുകൂടി ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ശരിക്കും വരുന്ന സ്കൂബയിലാണ്. അപ്പോൾ സ്കൂബ ലാസ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു അനുഭവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ സ്കൂബ നല്ല ഡെപ്ത് ഡീപ് സീയിലേക്ക് പോകുന്ന സ്കൂബ ഉണ്ട് ഇവിടെ. പക്ഷേ എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഈ ചെയ്യുന്ന സ്കൂബ കഴിഞ്ഞ ആളതിൽ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അനുഭവങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ്
വരും വഴികളിലായിട്ട് നമ്മളത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അനുഭവങ്ങൾ എന്ന് പറയാൻ ഒരുപാടുണ്ട്, മനസ്സിലേക്കൊന്നും അങ്ങനെ. അല്ല, നമ്മള് ആസ്റ്ററിൽ ഒന്നിച്ച് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്തെങ്കിലും ഒന്നിച്ചൊരു യാത്ര ആദ്യമായിട്ടാണ് തോന്നുന്നു. ഞങ്ങൾ ഈ ഇങ്ങനെയുള്ളൊരു 6 പേര്, ഞങ്ങൾ 3 പേര് 4 പേരൊക്കെ വേറെ യാത്ര പോകാറുണ്ട്. പക്ഷേ GCC നമ്മൾ ഒരുപാട് പോയിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് ഒരു യാത്ര ഒരു ഫീൽ തന്നെയല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്ത് ഒന്നിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, ആദ്യമാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, നമ്മൾ ലെയ്ഷർ പർപ്പസിൽ ഒന്ന് റിലാക്സ് ചെയ്യാന്നുള്ള രീതിയിൽ വരുന്ന ആദ്യത്തെ യാത്രയും കൂടി ആയിരിക്കും. മാത്രമല്ല, നമ്മള് ബിസിനസിന്റെ പ്രഷറിൽ, കാരണം 1-2 ഗസ്റ്റും അല്ലല്ലോ, പല ഗസ്റ്റുകൾ പല വിധത്തിലുള്ള സ്വഭാവക്കാർ പല സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊന്നൊരു ഫ്രീ ആകാൻ വേണ്ടി, ഒരു 2-3 ദിവസത്തേക്ക് മൈൻഡ് ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യയിൽ തന്നെ ഒരു സുന്ദരമായ ഒരു നാട് തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വന്നു. ആള് ഭയങ്കര ഡയലോഗൊക്കെ പറയണ്ടെങ്കിലും കസ്റ്റമർ വന്നത് മുതൽ ആള് പോള. ബോട്ടിലൊക്കെ ഇന്നലെ ഇരിക്കുന്ന സമയത്ത് പെരും ചൂടായിട്ട് ഇരിക്കണത്, ഭയങ്കര ഗൗരവം. എന്താന്ന് വെച്ചപ്പോണ്ട് ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് അത് ശരിയായില്ല അത് ശരിയാ. ഇത് നമ്മുടെ ജോലിന്റെ ഒരു പ്രഷറാണ്. അത് വന്നൊരു കസ്റ്റമർ കംഫർട്ടബിൾ ആയിട്ടില്ലെങ്കിൽ പിന്നെ അത് സെറ്റ് ആകണവരെ നമ്മളും ആകെ ഇടങ്ങാറ്. തീർച്ചയായിട്ടും അവരുടെ സന്തോഷമാണ് നമ്മളെ പ്രതീക്ഷിച്ചിട്ട്. അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു നാട്ടിൽ നിന്ന് ടെലഫോൺ വഴി നമ്മളോടുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിൽ വിശ്വസിച്ച് നമ്മൾ അള്ളാഹുവിനെ മറന്നിട്ട് കാണാത്ത അള്ളാഹ് നമ്മൾ എന്ത് ചെയ്തു വിശ്വസിക്കുന്നത് പോലെ അവർ നമ്മുടെ വിശ്വാസത്തിലേക്ക് പോരാണ്. ഒരു വാട്സാപ്പ് മെസ്സേജിൽ അതൊരു നമ്മളെ സംരക്ഷിക്കും, കെയർ ചെയ്യുന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇവിടെ വരുന്നത്. പക്ഷെ ഇത് ഇവിടെ വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, നമ്മുടെ അതിന് സർവീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ ഏറെക്കുറെ ഇത്രയൊക്കെയാണ് വിഷയങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷെ എങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ, നമ്മുടെ കൂട്ടത്തിലേക്കുന്ന ആളുകളൊക്കെ പുലികളും എന്ന് പറയാൻ പറ്റില്ല, പുപ്പുലികളാണ്, ഓരോ കമ്പനിയുടെ ഓണർമാരാണ്. അങ്ങനെ ഇതാക്കി പറയണ്ട, നമ്മളെ തന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന തുല്യ വേണ്ട. അപ്പൊ ഏറെക്കുറെ ബൈ. അസീസ് കായോടൊപ്പം മുഹമ്മദ് ഷബീർ അൽ ഹസനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.